ഈ കുഴിമന്തി എന്ന ആരാണ് ഈ പേരിട്ടതെന്ന് അറിയോ? ഇല്ല. പണ്ട് കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. അതായത് ഒരു ആദിവാസി കുടുംബത്തില്. അപ്പൊ ഈ ആദിവാസികൾ പൊതുവെ അവിടെ വേട്ടയാടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ തിന്നിട്ടാണല്ലോ അങ്ങനെ പോണത്. ചില സമയങ്ങളിൽ ഇവർക്ക് വേട്ടയാടാനായിട്ട് മൃഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അവിടെ. അതുകൊണ്ട് അവിടെയുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ തിന്നിട്ടായിരിക്കും ഇവരങ്ങ് ജീവിച്ചു പോണത്. അപ്പൊ ഇവർക്ക് നെൽകൃഷിയൊക്കെ ഉണ്ട്, ആദിവാസി നെൽപ്പാടമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്ന് നെല്ലൊക്കെ. ആദിവാസി നെൽപ്പാടോ? അതെ, അതെന്തുവാ? ആദിവാസികളുടെ നെൽപ്പാടം ആദിവാസി നെൽപ്പാടം. അപ്പൊ അതുകൊണ്ട് ചോറിനൊന്നും അവിടെ വിഷയവുമില്ല. അങ്ങനത്തെ ഒരു ദിവസം ഈ ആദിവാസി അച്ഛൻ വേട്ടയാടിയിട്ട് കോഴീനെ ആയിട്ട് വരണേണ്. അപ്പൊ അങ്ങനെ കോഴീനെ ചൂടാൻ വേണ്ടി അവിടെ വെച്ച് അപ്പുറത്ത് ചോറും കലത്തിൽ വെച്ച്. അപ്പൊ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ആ കുടിലിലേക്ക് ഒരു ആദിവാസി വല്യമ്മച്ചി വരണേണ്. ഇവർക്ക് ടെൻഷനായി. അതായത് ആറ്റുനോറ്റിട്ടാണ് ഒരു കോഴീനെ കിട്ടിയത്. അത് തന്നെ 4 പേര് തിന്നാനുള്ളതേ അവിടെ ഉള്ളു. അപ്പൊ പുറത്തുനിന്ന് വിരുന്നുകാര് വന്നു കഴിഞ്ഞാൽ ഇവർക്കും കൊടുക്കേണ്ടി വരത്തില്ലേ. അപ്പൊ ഇവരെന്ത് ചെയ്ത് അവിടെ വേഗം ഒരു കുഴി എടുത്തിട്ട് ചോറ് വേവിക്കാൻ പറ്റിയ ആ കലത്തിലോട്ട് ആ ചുട്ട കോഴി എടുത്തിട്ടിട്ട് ഇവര് ആ കുഴിയിൽ ഇട്ടിട്ട് കുഴി മൂടി. ഇവര് വന്നിട്ട് ഇവരുടെ അടുത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇവരങ്ങ് പോണേ. എന്തോന്നു? മുസുമേ നോ കെക്കോൻഷിക്കി നിഗോ ഷൊതായി താഷിമാസ് മിനാസ്മ നെഹിയോ കോഷ്കുദാസെ. അതെന്തോ? അതായത് എന്റെ മോളുടെ കല്യാണം വിളിക്കാൻ വന്ന എല്ലാരും പറയണോന്ന്. അവര് കല്യാണം വിളിക്കാൻ വന്നതാ. അപ്പൊ അതും പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി. പോയതിനു ശേഷം ഈ ആദിവാസി കുടുംബം വേഗം തന്നെ ആ കുഴി മാന്തിയിട്ട് അതിൽ നിന്ന് എടുത്ത് സാധനം പുറത്തെടുത്തിട്ട് ഇവര് തിന്നപ്പോഴത്തേക്കും ഇതിന് ഭയങ്കര ടേസ്റ്റ്. കുഴിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ടിട്ടായിരിക്കും ഈ ടേസ്റ്റ് എന്ന് അറിയാനായിട്ട് അവര് പല പല മാംസങ്ങൾ കിട്ടണ സമയത്ത് ഇതേപോലെ കുഴിയിലിട്ടിട്ട് മൂടിയിട്ട് ഉണ്ടാക്കി നോക്കും. അങ്ങനെ അവര് തിന്ന് ഉടുക്കത്തെ ടേസ്റ്റ് ആയി. അപ്പൊ ഈ കുഴിയുടെ ഉള്ളിലിട്ടിട്ട് കുഴി മാന്തിയിട്ട് പുറത്തെടുത്ത് ആക്കണോണ്ടിട്ട് കുഴി മാന്തി എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. അത് പുരോഗമിച്ച് കുഴിമന്തിയായി അല്ലേ? അതെ, കറക്റ്റ്. അപ്പൊ ഇതാണ് കാര്യം. അതെ, ഇതാണ് ശരിക്കുമുള്ള കാര്യം. ഇന്നത്തെ കാലത്തെ കുഴിമന്തിക്ക് പറ്റിയ പാട്ട് ഞാൻ പാടിത്തരാം. പാട്. റൈസ് തട്ടുന്ന നേരം ചെസ് പീസ് റൈസിൽ മുങ്ങുന്നുവോ, ആസ്വദിച്ചൊന്ന് തിന്ന നേരത്ത് ഗ്രാമ്പു കടിക്കുന്നുവോ, റൈസ് തീരുന്ന നേരം കൈപൊക്കി അടുത്ത റൈസ് ഇടാൻ കെഞ്ചുന്നു, തങ്ങി നിൽക്കുന്ന ചോറിറക്കുവാൻ പെപ്സി കുപ്പിയൊന്ന് പൊട്ടിച്ചു, എന്റെ പേഴ്സ് കീറും വരെ തിന്നുന്നു, ജസ്റ്റ് പീസിനായുള്ള യുദ്ധം, ഓരോ നായി പെറുക്കുന്നു ഗ്രാമ്പുവിനെ, കൂടെ വടിച്ചു നക്കുന്നു മയോണൈസ്, റൈസ് കൊണ്ട് തന്നവർ 4ാം തവണ നിറയാതെ വീണ്ടും തിന്നു തീർക്കുന്നു മന്തി ഞാൻ, ഒഴിക്കാൻ താ കുഴക്കാൻ താ ഒരു കുപ്പി മയോണൈസ് വീണ്ടും താ. പിന്നെ കുഴിമന്തി